ആദ്യമായിട്ട് എനിക്ക് ലഭിച്ച സാക്ഷ്യം, ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങി എനിക്ക് എൻ്റെ വീട്ടിൽ ഒത്തിരി കടബാധ്യതകളുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം OET പാസ്സായി പുറത്തേക്ക് പോയാൽ മാത്രമേ എനിക്കതൊക്കെ വീട്ടാൻ സാധിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി OET ക്ലാസ് എടുത്തു. 2 മാസത്തെ കോച്ചിങ് ആയിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോൾക്ക് OET എഴുതാറായിട്ടില്ല, ലാംഗ്വേജ് ഒട്ടുമില്ല, OET എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാവുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലെ കടബാധ്യതയും, എൻ്റെ അപ്പനും അന്നേരം ജോലി ഉണ്ടായിരുന്നില്ല, ഞാൻ OET എഴുതിയേ പറ്റുള്ളായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പൈസയും ഉണ്ടായിരുന്നില്ല. അന്നേരം എൻ്റെ ഒരു ആൻറ്റി എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുമായിരുന്നു, നീ OET എന്തായാലും എഴുതിക്കോ, നിനക്ക് എഴുതാനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആൻറ്റി തന്ന കാശ് വെച്ചിട്ടാണ് ഞാൻ OET എഴുതുന്നത്. അന്നേരം എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അജ്നോറയിൽ ഒരു 20 ദിവസത്തെ ക്ലാസ് എടുത്തു. അവിടുത്തെ മാഡത്തിന് പോലും ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ OET പാസ്സാവുമെന്ന്. അങ്ങനെ ഞാൻ എക്സാം ഹോളിൽ ചെന്നു. അന്നേരം ഞാൻ എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ അതിന് മുന്നേ ഇവിടെ വന്ന് അച്ഛൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ OET എഴുതാനായിട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ എക്സാം ഹോളിൽ കയറി. 4 സ്റ്റേഷൻസാണുള്ളത്. റീഡിങ് അറ്റംപ്റ്റ് ചെയ്തപ്പോഴത്തേനും സാധാരണ എല്ലാ ആൾക്കാരും ഒരു 35 എബോ മാർക്ക് കിട്ടുന്നവരാണ് OETക്ക് ഡേറ്റ് എടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആകെ കിട്ടിക്കൊണ്ടിരുന്ന സ്കോർ 25, 26, 28. ഇത് വിട്ട് എനിക്ക് കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എന്ത് കോൺഫിഡൻസിൽ, മാതാവ് എന്നുള്ളൊരു കോൺഫിഡൻസിൽ മാത്രമാണ് ഞാൻ OET ഡേറ്റ് എടുക്കുന്നത്. അങ്ങനെ റീഡിങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ഞാൻ അത്രയും ബുദ്ധിമുട്ടായിരുന്ന റീഡിങ് എനിക്ക് എവിടെ നിന്നൊക്കെയോ ആൻസർ ആരോ കാണിച്ചു തരുന്നു. ലിസണിങ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ചെവിട്ടിലിരുന്ന് ആരോ എനിക്ക് ആൻസർ പറഞ്ഞു തരുന്നു. റൈറ്റിംഗ് വന്നപ്പോഴത്തേനും അതൊരു വളരെ പാടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഞാൻ റൈറ്റിംഗ് എഴുതി തുടങ്ങിയപ്പോഴത്തേനും ആരോ എൻ്റെ മനസ്സിലിരുന്ന് പറഞ്ഞു, നീ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു ഉത്ബോധത്തിൽ വീണ്ടും ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചപ്പോഴാണ് ആ ക്വസ്റ്റ്യൻ വ്യത്യാസമുണ്ട്, വേറെ രീതിക്ക് എഴുതണം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ വേഗം വെട്ടി റൈറ്റിംഗ് എഴുതി തീർത്തു. സ്പീക്കിംഗ് വരുമ്പോഴത്തേനും എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം സ്പീക്കിംഗ് ആയിരുന്നു. ഞാൻ വായ തുറക്കില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ സ്പീക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നുള്ള കാര്യം. പക്ഷേ അന്നേരം ഞാൻ ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സ്പീക്കിങ്ങിൻ്റെ സമയത്ത്. അങ്ങനെ OET എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് നിരന്തരമായിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു, ബൈബിൾ വായിക്കുമായിരുന്നു. കുർബാന കഴിഞ്ഞതിന് ശേഷം ഞാനെന്നും ഒരു ജപമാലയും അതുപോലെ തന്നെ കരുണക്കൊന്തയും സങ്കീർത്തനവും ചൊല്ലിയിട്ടാണ് ഞാനിന്നും പള്ളിയിൽ നിന്ന് പോരാറ്. അങ്ങനെ OET റിസൾട്ട് വന്നു. ഞാൻ എക്സാം പാസ്സായി. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ആരൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പാസ്സാവില്ല എന്ന് പറഞ്ഞോ, എൻ്റെ മാതാവ് ഒറ്റ ഒരാൾ കാരണം ഞാനങ്ങനെ പാസ്സായി. അതിനുശേഷം ഞാനിവിടെ പ്രോസസ്സിങ് തുടങ്ങി അയർലൻഡിൻ്റെ. ബാക്കി എല്ലാവരും 2 years എബോ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അയർലൻഡിലേക്ക് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു. ഞാനങ്ങനെ അയർലൻഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ DLന് അപ്ലൈ ചെയ്ത് ഇനിയിപ്പോൾ എല്ലാം അപ്ലൈ ചെയ്ത് തൊട്ടടുത്ത മെസ്സേജ് എൻ്റെ ഏജൻസിയിലെ ചേച്ചിയുടെ അടുത്ത് നിന്ന് വന്നേക്കാണ്, മോളെ ട്രാൻസ്ക്രിപ്റ്റിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞാനത് ഞാനും ആ ചേച്ചിയും പലരും ഇരുന്ന് നോക്കിയിട്ട് ആ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചിട്ടില്ല. എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മിസ്റ്റേക്ക് കാണുന്നത്. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ പ്രാർത്ഥിക്കാം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ആൻറ്റിമാരും ചേച്ചിമാരും എല്ലാവരും ഇവിടുത്തെ ഭക്തരാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ OET എഴുതിയപ്പോൾ തൊട്ട് ഞാൻ പോകുന്നത് വരെ ഒത്തിരി പേര് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ടുണ്ടായിരുന്നു. ഞാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 7 ദിവസത്തിനുള്ളിൽ ആ മിസ്റ്റേക്ക് അവർ കണ്ടുപിടിച്ചില്ല. 7 ദിവസത്തിനുള്ളിൽ എനിക്ക് DL കിട്ടി. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇൻ്റർവ്യൂ ഒത്തിരി ഡിലേ ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുക എന്നുള്ളത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു, മാതാവേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ തന്ന് അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വിസ വരുന്നുണ്ടായിരുന്നില്ല.
അപ്പം ഞാൻ എൻ്റെ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ആൻറ്റി എന്താ മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എനിക്ക് വിസ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് സാലറി ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പന് പണിയില്ല. അമ്മച്ചിയാണെങ്കിലും കാലുവേദനയ്ക്ക് ആയിട്ട് വീട്ടിലിരിക്കുമായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെങ്കിൽ പൈസ വേണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെന്തോ ഉൾപ്രേരണ ഉണ്ടായി. ഞാൻ എൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടുത്തെ അമ്മമാരുടെ കൂടെ ഒത്തിരി സമയം ചെലവഴിച്ചു. അന്ന് ആ അമ്മമാർ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഒരിക്കലും പൈസയോ അതിലുപരി മറ്റു കാര്യങ്ങളല്ല, നമ്മൾ മറ്റുള്ളവരുടെ കൂടെ സമയം കണ്ടെത്തുക, അവർക്ക് വേണ്ടിയിട്ട് നമ്മളാ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ച് പിറ്റേ ആഴ്ചയായപ്പോഴത്തേനും എനിക്ക് വിസ വന്നു. വിസ വന്നതിന് ശേഷം ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് ഇനിയിപ്പോൾ എനിക്ക് 10 എന്നുള്ളൊരു ഡേറ്റാണ് മാതാവ് കാണിച്ചു തന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആൻറ്റി 10 എന്നുള്ള ഡേറ്റിൽ പോകാൻ ഒരു ചാൻസും ഇല്ല, ഇനി നീളും, എക്സാം ഡേറ്റ് എനിക്ക് ഡിസംബറിലാണ് കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ മനസ്സിലെ ചിന്ത, എനിക്ക് എന്തായാലും മാതാവിൻ്റെ മാസത്തിൽ തന്നെ അയർലൻഡിൽ പോകണം, അവിടെ ചെന്ന് പരീക്ഷ എഴുതി പാസ്സാവണം എന്നായിരുന്നു. അങ്ങനെ കറക്റ്റ് ആൻറ്റി പറഞ്ഞ ഒക്ടോബർ 10 തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ ഒക്ടോബർ 10 ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി അയർലൻഡിലെത്തി. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാം ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൽ ടോട്ടൽ കുറേ സ്റ്റേഷൻസ് ഉണ്ട്. അതിനകത്ത് രണ്ടാമത്തെ ഒരു സ്റ്റേഷനിൽ നമ്മൾ ആകെ ഇതായി പോയി കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റേഷനൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്കുണ്ടാവില്ല. രണ്ടാമത്തെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ എക്സാമിനർ ഞാനൊന്നും അങ്ങോട്ട് പറയാൻ സമ്മതിക്കില്ല. പുള്ളിക്കാരി അപ്പോഴത്തേനും താൻ എന്താ ഈ പറയുന്നത്, താൻ പരീക്ഷ തോക്കത്തേ ഉള്ളൂ, പാസ്സാവില്ല എന്ന് പരീക്ഷയിൽ ഉടനീളം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റേഷൻ ഫുള്ള്. അന്നേരം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനി ഞാൻ തോറ്റു, ഇനിയിപ്പോൾ പരീക്ഷ എഴുതിയിട്ട് കാര്യമില്ല എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഉൾപ്രേരണ വന്നു, നീ എന്തായാലും ഈ എക്സാം പാസ്സാവും, എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു തന്നു, നീ ഇനി ഒന്നും ചിന്തിക്കേണ്ട, എല്ലാ സ്റ്റേഷനിലേക്കും പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ സ്റ്റേഷനും അറ്റംപ്റ്റ് ചെയ്തു. ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനിലും അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന എക്സാമിൻ്റെ ആൻസർ ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ അങ്ങോട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അവരെനിക്ക് ആൻസർ ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഞാൻ പാസ്സായി. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നീട് ഞാനിവിടുന്ന് OET പാസ്സായി അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പെട്ടെന്നൊരു നടുവേദന വന്നു. അങ്ങനെ എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ MRI സ്കാനൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡിസ്ക് ബൾജ് ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് വേണം, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അടുത്ത മാസം അയർലൻഡിലേക്ക് പോകണം. ദൈവമേ, എൻ്റെ അമ്മയും മാതാവേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ഞാൻ ഒരു നിമിഷം ചോദിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ കൃപാസനം തൈലം നടുവിന് തേച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ചയും കൊണ്ട് തന്നെ എൻ്റെ എല്ലാ വേദനയും മാറി. ഞാൻ സുഖമായിട്ട് നടക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതാണ് എൻ്റെ രോഗസൗഖ്യം ലഭിച്ച സാക്ഷ്യം. പിന്നീട് അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു 12 വർഷത്തെ സ്വപ്നമായിരുന്നു നല്ലൊരു വീട് പണിയാന്നുള്ളത്. ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് തന്നെ എനിക്ക് ഓൾറെഡി ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു. അല്ലാതെ ഒത്തിരി കടബാധ്യതകൾ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ മാതാവ് എനിക്ക് ഈ വീട് പണിയാൻ സാധിക്കുമെന്ന്. ഞാൻ അവിടെ ചെന്നിട്ടും എൻ്റെ ഡ്യൂട്ടിയുടെ സമയത്താണെങ്കിലും ഞാൻ മാക്സിമം നൈറ്റൊക്കെ ഉള്ള സമയത്ത് ഞാനിരുന്ന് സമയം ഉണ്ടാക്കി ഞാൻ ഫോൺ നോക്കി വചനങ്ങൾ എഴുതും, അതുപോലെ സങ്കീർത്തനങ്ങൾ എഴുതും, ബൈബിൾ വായിക്കും, അതുപോലെ തന്നെ എല്ലാം ചെയ്യുമായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ അവിടേക്ക് പോയി 4 മാസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വീട് പണി തുടങ്ങി. ഇപ്പം എൻ്റെ വീട് പണി 2ാമത്തെ നില പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു ബിഗ് സീറോ ആയിരുന്നു. എന്നെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആക്കി ഇവിടെ നിന്നിങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാതാവ് മാത്രമാണ്. മാതാവിൽ ശരണം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിരാശരാവുകയില്ല. ഞാൻ OETക്ക് പോയി കഴിഞ്ഞ സമയത്ത് എനിക്ക് ബൈബിൾ അന്ന് തുറന്നപ്പോൾ കിട്ടിയൊരു വചനമാണ്,
എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എത്രയൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നോട്ടെ, മാതാവ് കൂടെ ഉണ്ടോ, അതൊരു കോൺഫിഡൻസാണ്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയുമ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഈ കൊന്തയും ഈ കാശുരൂപവും മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ് എനിക്ക് എക്സ്പീരിയൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ല. സാധാരണ 2 years എബോ എക്സ്പീരിയൻസ് ഉള്ളവർ അയർലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് നഴ്സിംഗ് ഹോമിലാണ്. അവിടെ ഒരു നഴ്സ് മാത്രമേ ഒരു നേരം ഉണ്ടാവുള്ളൂ. 31 റെസിഡൻസ് ഉണ്ട്. ഇവരെ എല്ലാവരെയും നോക്കാൻ ഒരു നഴ്സേ ഉണ്ടാവുള്ളൂ. അന്നേരത്തേനും പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ച് വിടണം എന്ന് നമ്മൾ ആ ഒരു മൊമെൻറ്റിൽ തീരുമാനിക്കണം. എൻ്റെ ഈ 6 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യുന്ന പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോ എമർജൻസി വരുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്നൊരു സംശയം വരുമ്പോൾ ഞാൻ അപ്പം എൻ്റെ കാശുരൂപത്തുമ്മേ പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരം കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ എൻ്റെ 6 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ എൻ്റെ അവിടുത്തെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എത്ര മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 6 മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പം അന്നേരം അവിടുത്തെ ഡോൺ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരിക്കലും 6 മാസത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടല്ല നീ ജോലി ചെയ്യുന്നത്, നിനക്ക് അതിലുപരി ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ പോലെ നീ ജോലി ചെയ്യുന്നത്. നീ ഈ നഴ്സിംഗ് ഹോമിലുണ്ടെങ്കിൽ എനിക്ക് ഈ നഴ്സിംഗ് ഹോം തന്നെ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരു ടെൻഷനും ഇല്ല എന്ന് പറഞ്ഞു. ഒരു സ്കില്ലും ഇല്ലാതെ ഒരു ബിഗ് സീറോ ആയിരുന്ന എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മാതാവും മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണ് എൻ്റെ മാതാവ്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വഴി നടത്തി എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന് ഉണ്ണീശോയ്ക്ക് ഒത്തിരി നന്ദി. യോഹന്നാൻ 2:11 യേശു തൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ ചെയ്ത ഈ അത്ഭുതം. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നുപോയ സമയത്ത് അമ്മയുടെ മധ്യസ്ഥതയാൽ ഈശോ വെള്ളം വീഞ്ഞാക്കി മാറ്റുന്നു. അലീഷയുടെ സാക്ഷ്യം നോക്കുമ്പോൾ അലീഷ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം എല്ലാ തരത്തിലും 0 ആയിരുന്നു. OET പഠിക്കാൻ പോകുന്ന സമയത്ത് പഠിപ്പിക്കുന്നവർ പറയുന്നത് നീ പാസ്സാകില്ല എന്നുള്ളതാണ്. അതുപോലെ മറ്റുള്ളവരും നിനക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നു. അതേപോലെ സാമ്പത്തിക വിഷയമാണെങ്കിൽ അപ്പന് ജോലിയില്ല, അലീഷയാണ് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ സമയത്ത് വരുന്ന നടുവേദന, ഡോക്ടേഴ്സ് പറയുന്നു ഡിസ്ക് ബൾജായതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കണം. യാതൊരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള അലീഷയുടെ അനുഭവം എന്ന് പറയുന്നത്, അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് നീ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് ഇവിടെ വെച്ച് ആളുകൾ പറഞ്ഞതല്ല, അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് നിന്നെ ഏൽപ്പിച്ച് എവിടെ വേണമെങ്കിലും പോകാം, അത്രമാത്രം നിനക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു, രോഗസൗഖ്യം ലഭിക്കുന്നു. വെള്ളം വീഞ്ഞായ അത്ഭുതം പോലെയാണ് അലീഷയുടെ ജീവിതം. ഈ സാക്ഷ്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോ കൂടെ നിന്ന് ചെയ്തു കൊടുത്ത അത്ഭുതമാണിത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.